യൂത്ത് ലീഗിന്റെ ജനറൽ സെക്രട്ടറി ഫാത്തിമ തഹ്ലിയെ കൂടി നമുക്കൊപ്പം ചേർത്ത്. ശ്രീമതി ഫാത്തിമ തഹ്ലിയ, പാർട്ടി തിരുത്താൻ, CPM തിരുത്താൻ തയ്യാറാണ്, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാൻ തയ്യാറാണ് എന്നൊക്കെ പറയുമ്പോൾ വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉയരുകയാണ്. നിങ്ങൾ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തുകയാണ് എന്ന് പറയുന്ന നിങ്ങൾ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയെ വിളിക്കുന്നത് മുണ്ടുടുത്ത മോദി എന്നാണ്. അതെന്ത് രാഷ്ട്രീയ മര്യാദയാണ്? ആ രീതിയിൽ എന്ത് ഫാസിസ്റ്റ് പോരാട്ടമാണ് ലീഗ് ജനങ്ങൾക്ക് മുന്നിലേക്ക് നീട്ടിവെക്കുന്നത്? ഓക്കെ അപർണ, നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തില് മുണ്ടുടുത്ത മോഡി എന്ന് പിണറായി വിജയനെ വിളിക്കുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയിലുള്ള ആളുകളോ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ നേതൃത്വമോ മാത്രമല്ല. നിങ്ങളൊന്ന് ഇറങ്ങി പരിശോധിച്ച് നോക്കിയാൽ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് വരെ ജനങ്ങളുടെ വികാരം എന്താണ് എന്ന് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയുള്ള ജനങ്ങളുടെ പ്രതികരണങ്ങളിൽ വ്യക്തമാണ്. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ എങ്ങനെയാണ് പിണറായി വിജയനോട് സംസാരിച്ചിട്ടുള്ളത്? അവരുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള വിമർശനമാണ് തെരഞ്ഞെടുപ്പ് ജനവിധി എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഈ അടുത്ത ദിവസം വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന എത്ര ഗുരുതരമായിട്ടാണ് കേരളത്തിന്റെ രാഷ്ട്രീയ കൃത്യത്തിലേക്ക് ഈ രൂപത്തില് ഒരു വർഗീയത പടച്ചുവിട്ടത്. അതിന് എന്തുകൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രതികരിക്കാതിരുന്നത്? കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ന്യൂനപക്ഷ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിക്കുമല്ലേ ഇത്തരത്തിൽ വർഗീയപരമായിട്ടുള്ള ഒരു പരാമർശം നടത്തുമ്പോൾ അതിനോട് പ്രതികരിക്കാനുള്ള ബാധ്യത ഉള്ളത്? അത് പ്രതീക്ഷിച്ചു നിൽക്കുന്ന ഈ രാജ്യത്ത്, ഈ കേരളത്തിലുള്ള ന്യൂനപക്ഷങ്ങളോട് എന്താണ് പിണറായി വിജയൻ പറയുന്നത്? ഈ രൂപത്തിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് വരുന്ന പരാമർശങ്ങൾ ഒട്ടും ഈ കേരളത്തിൽ ജീവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് സംതൃപ്തി നൽകുന്ന കാര്യമല്ല, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ജീവിതത്തിൽ പോലും ഭയമുളവാക്കുന്ന രൂപത്തിലുള്ള ഇടപെടലുകളാണ് വരുന്നത്. അപ്പം അങ്ങനെ സംസാരിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയെ മുണ്ടുടുത്ത മോഡി എന്നല്ലാതെ വേറെ എന്താണ് വിശേഷിപ്പിക്കുന്നത്? നിങ്ങൾക്കറിയാം, ഇപ്പൊ BDJS എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം നിലവിൽ വന്നതിന് ശേഷം കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ രീതി എന്താണ് എന്ന്. കേരളത്തിൽ എങ്ങനെയാണോ BJP അവരുടെ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടത്തുന്നത്, അതിന്റെ മറ്റൊരു രൂപത്തിൽ അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന രൂപത്തിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ സംവിധാനവും CPM ഉൾപ്പെടെയുള്ള LDFന്റെ സംവിധാനങ്ങൾ ഇപ്പൊ ഈ അടുത്ത കാലത്തൊക്കെ അവരുടെ ഒരു ചോദ്യമാണ്, എങ്ങനെ പെട്ടെന്ന് ലീഗ് CPMന് ബ്ലാക്ക് ലിസ്റ്റിൽ പെട്ടു? ഇതുവരെ ആ രീതിയിലായിരുന്നില്ല, തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും കണ്ടതല്ല, ലീഗിന് തിരിച്ചുമായിരുന്നില്ല, ആ രീതിയിലുള്ള വിമർശനങ്ങൾ നമ്മളും ലീഗിന്റെ ഭാഗത്തൊന്നും കണ്ടിട്ടില്ല. എങ്ങനെ ആ ഒരു ഇഷ്ടം CPM ഒറ്റടിക്ക് CPM അങ്ങ് ലീഗ്? അപർണ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലീഗ് വ്യക്തമായിട്ട് എല്ലാ കാലത്തും രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങൾ നടത്താറുണ്ട്. കൃത്യമായിട്ട് ലീഗ് മറ്റുള്ള സംഘടനകളോട് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകളെ കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പൊ ഇത് വിമർശനമായിക്കൊണ്ട് ശക്തമായിട്ടുള്ള വിമർശനം, അതായത് സഹനത്തിന്റെ പരിധി കഴിഞ്ഞിട്ട് ശക്തമായിട്ടുള്ള വിമർശനം എന്നുള്ള രൂപത്തിലാണ് കഴിഞ്ഞ ദിവസം ഒരു എഡിറ്റോറിയലിലൂടെ ഗവൺമെന്റിനോട് ഈ രൂപത്തിൽ സംസാരിക്കേണ്ട അവസ്ഥ വന്നിട്ടുള്ളത്. ഇതിലൊരു കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടത്, ഇവിടെയുള്ള ജനങ്ങളോട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും അതേപോലെ LDFും പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ, ഇടതില്ലെങ്കിൽ ഇന്ത്യയിലുള്ള മുസ്ലിം സമൂഹം ഉൾപ്പെടെയുള്ളവർ രണ്ടാം കെട്ട പൗരന്മാരാവും എന്ന് പറഞ്ഞെടുത്ത് വെള്ളാപ്പള്ളി നടേശൻ ഒരു പ്രസ്താവന ഇറക്കുകയാണ്. ആ പ്രസ്താവനയോട് എന്തുകൊണ്ട് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങളോടും മറ്റുള്ള ന്യൂനപക്ഷങ്ങളോടും രണ്ടാം കെട്ട പൗരന്മാരാകുമെന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല? ശ്രീമതി ഫാത്തിമ തഹ്ലിയ, ഞാൻ BN ഹസ്കർ